പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ധ്യാനിക്കുന്നത് വെളിപാട് പുസ്തകം 1:6. അവിടെ വചനം വെളിപ്പെടുത്തുകയാണ്, നമ്മെ സ്നേഹിക്കുകയും സ്വന്തം രക്തത്താൽ നമ്മെ പാപത്തിൽ നിന്നും മോചിപ്പിക്കുകയും സ്വപിതാവായ ദൈവത്തിന്റെ രാജ്യവും പുരോഹിതരും ആക്കുകയും ചെയ്തവന് മഹത്വവും പ്രതാപവും എന്നേക്കും ഉണ്ടായിരിക്കും. കുറേ കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. നമ്മെ സ്നേഹിക്കുന്ന ദൈവം, എങ്ങനെയാണ് ദൈവം നമ്മെ സ്നേഹിക്കുന്നത്? നമുക്കൊരു വീഴ്ച വന്നപ്പോൾ സ്വന്തം രക്തം കൊടുത്തു, അല്ലെ? ചോര കൊടുത്തിട്ടാണ്. ചങ്കിലെ ചോര കൊണ്ട് അവൻ എന്നെയും വീണ്ടെടുത്തു എന്ന് പറഞ്ഞിട്ടുള്ള പാട്ടൊക്കെ നിങ്ങൾക്ക് അറിയാലോ. അതാണ് നമ്മെ ശരിക്കും രക്തം കൊടുത്തിട്ടാണ് നമ്മെ പാപത്തിൽ നിന്ന് മോചിപ്പിച്ചത്. എന്നിട്ട് നമുക്ക് സ്വർഗം നൽകി, സ്വർഗത്തിനുള്ള അവകാശം നൽകി. അതുപോലെ നമ്മളെ പുരോഹിതരാക്കി. എന്ത് പുരോഹിതരാക്കി? ഞങ്ങളെ പുരോഹിതരാക്കിയിട്ടില്ലല്ലോ അച്ഛനല്ലേ പുരോഹിതൻ. മാമോദീസായിലൂടെ രാജകീയ പൗരോഹിത്യം. പ്രിയ സഹോദരങ്ങൾ, നമുക്ക് ഓരോരുത്തർക്കും അച്ഛൻ സ്വീകരിച്ചുള്ള പൗരോഹിത്യം എന്താ? അതാണ് ശുശ്രൂഷ പൗരോഹിത്യം. അതായത് രാജകീയ പൗരോഹിത്യം സ്വീകരിച്ചവർക്കുള്ള ശുശ്രൂഷകളാണ്. അത് ബലിയർപ്പണങ്ങളായും കുമ്പസാരങ്ങളായും കൂദാശകളായും അവരെ സ്വർഗത്തിലേക്ക് പിശാച് പല രീതിയിലുള്ള ഇതൊക്കെ നൽകുമ്പോൾ അവരെ ശരിക്കും, മക്കളെ ഇതല്ല എൻ്റെ ദേശം, ഇവിടെയല്ല, എൻ്റെ ദേശം അപ്പുറത്താണ്. ഇത് പറഞ്ഞു കൊടുക്കുന്ന ദൗത്യമാണ് ശുശ്രൂഷ പൗരോഹിത്യത്തിനുള്ളത്. ഹല്ലേലൂയ. നമ്മുടെ ശുശ്രൂഷ പൗരോഹിത്യം സ്വീകരിച്ചവര് ലോകപ്രകാരമൊക്കെ പോകുമ്പോൾ നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവർ വെറുതെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പിശാച് കളിക്കാൻ അറിയുന്നവനെയാണ് പിശാച് ബ്ലോക്ക് ചെയ്യുള്ളൂ. അപ്പോൾ അതുകൊണ്ട് പുരോഹിതരെ ഫയറായി കഴിഞ്ഞാൽ അവനറിയാം അവൻ്റെ രാജ്യം നിഷ്പ്രഭമാവുമെന്ന് അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ശരിക്കും പുരോഹിതർക്ക് വേണ്ടിയൊക്കെ, അതുകൊണ്ടാണ് പ്രിയ സഹോദരങ്ങളെ, പരിശുദ്ധ കുർബാന കഴിഞ്ഞു കഴിഞ്ഞാൽ കൊച്ചുത്രേസ്യയുടെ പ്രാർത്ഥനയാണ് വൈദികർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന. അത് കൊച്ചുത്രേസ്യ അതിൽ പിന്നെ കുറേ ആഡ് ചെയ്തിട്ടൊക്കെ ഉണ്ട് നമ്മൾ, നല്ലത്. പക്ഷെ കൊച്ചുത്രേസ്യ വൈദികർക്ക് വേണ്ടി പ്രത്യേകം നിയോഗം വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. കാരണം കൊച്ചുത്രേസ്യക്ക് ഈ ബോധ്യം ഉണ്ടായിരുന്നു, എന്ത്? പുരോഹിതരെ വഴിതെറ്റിച്ച് കഴിഞ്ഞാൽ ഒരു സിസ്റ്റത്തെ മുഴുവൻ നശിപ്പിക്കാനായിട്ട് പിശാചിന് വളരെ എളുപ്പമാണ്. അതുകൊണ്ടാണ് വൈദികർക്ക് വേണ്ടിയുള്ള പണ്ടത്തെ പ്രാർത്ഥനയിൽ, കൊച്ചുത്രേസ്യയുടെ പ്രാർത്ഥനയിൽ വേറെ ഒന്നുമില്ല. അതില് വൈദികരുടെ മധ്യസ്ഥയായ പരിശുദ്ധ കന്യാമാതാവേ വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. കാരണം സഹോദരങ്ങളെ, അത് ഈ ശുശ്രൂഷ പൗരോഹിത്യമായിട്ട് ബന്ധപ്പെട്ട ഒരു ബോധ്യം കൊച്ചുത്രേസ്യക്ക് നൽകിയതുകൊണ്ടാണ് അത്തരത്തിലുള്ളൊരു പ്രാർത്ഥന രചിക്കപ്പെട്ടത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ മൗണ്ട് നെബോയിൽ പോയപ്പോഴാണ് ഈ പ്രാർത്ഥന ശ്രദ്ധിച്ചത് കേട്ടോ. കൊച്ചുത്രേസ്യയുടെ പ്രാർത്ഥനയിൽ വേറെ ഒന്നുമില്ല, വേറെ ഒരു ആഡും അതിലില്ല. വൈദികരുടെ മധ്യസ്ഥയായ പരിശുദ്ധ കന്യാമാതാവ്. അപ്പോൾ ഞാനത് ചോദിക്കണം, അപ്പോൾ കൊച്ചുത്രേസ്യക്ക് വെളിപ്പെട്ട ഒരു പ്രാർത്ഥനയാണ്. പിന്നെ അത് പല രൂപതകൾ പല രീതിയിൽ എഡിറ്റ് ചെയ്തിട്ടൊക്കെ ചെയ്യുന്നുണ്ട്. എന്തായാലും പ്രിയ സഹോദരങ്ങളെ, നമുക്ക് രാജകീയ പൗരോഹിത്യമുണ്ട്. അതുകൊണ്ട് ചില പിശാച് പീഡയൊക്കെ വന്നു കഴിഞ്ഞാൽ, ചെറിയ പീഡകളൊക്കെ വന്നാൽ നമുക്ക് തന്നെ കർത്താവ് പൗരോഹിത്യം, രാജകീയ പൗരോഹിത്യം നമുക്ക് ബൈൻഡ് ചെയ്ത് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഓ ദൈവമേ, ഈ ഒരു വീക്ക് ഒരു വലിയ ദൈവാനുഗ്രഹത്തിന്റെ, കൃപയുടെ, അഭിഷേകത്തിന്റെ ദിനങ്ങളായിട്ട് മാറട്ടെ. യേശുവേ, എപ്പോഴും എന്നേക്കും. ആമേൻ.